ശ്രീ തൗഫീഖ്, ഇതുവരെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആവശ്യം രാഹുലിനെതിരെ ഒരു പരാതിയുണ്ടോ, കേസുണ്ടോ എന്നതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കേസെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ട്. മാത്രവുമല്ല, അനൗദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ഈ ദിവസങ്ങളിൽ സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം വളരെ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും വളരെ കൃത്യമായി രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, ഈ ശബ്ദ സന്ദേശങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യുവ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൗഫീഖ്, ഇനി MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് അർഹതയുണ്ടോ? നോക്കൂ, അല്പം മുമ്പാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ തന്നെ ഇവിടെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അടക്കം മനസ്സിലാക്കുന്നത്, അങ്ങേക്കും വളരെ കൃത്യമായി അറിയാം, എറണാകുളത്തെ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ പരാതിയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്താൽ ആരുടെ പരാതിയിലാണ്, ആരുടെ മൊഴിയിലാണ് പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ്റെ പോലീസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ ഈ കേസിൽ ആർക്കു വേണ്ടിയാകും കോടതിയിൽ വാദിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്കറിയാം, ഈ കേട്ടുകേൾവിയോ ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഇല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വോയിസും സ്ക്രീൻഷോട്ടിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ അത്തരം തെളിവുകൾ ആധികാരികമല്ല, അത്തരം തെളിവുകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ നിരവധിയായ നിരീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്. ഇങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ LDF സർക്കാർ CPM ലക്ഷ്യം വെക്കുന്നത് ഒന്ന് കേസെടുത്ത് ഭീഷണിപ്പെടുത്താം, ഒന്ന് കേസെടുത്ത് ഭയപ്പെടുത്തി കളയാം എന്നാണ് വിചാരമെങ്കിൽ അത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ നീണ്ട നിര, ഒരു വലിയ ലിസ്റ്റ് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ്റെ സമക്ഷത്ത് തന്നെ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇവിടെ P ശശിക്കെതിരെയും PK ശശിക്കെതിരെയും, ഇവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള 2 മന്ത്രിമാർ CK ശശീന്ദ്രനെതിരെയും KB ഗണേഷ് കുമാറിനെതിരെയും, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും, അദ്ദേഹത്തിൻ്റെ ഒന്നാം LDF സർക്കാരിൻ്റെ കാലയളവിൽ സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണനെതിരെയും, ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെയും എന്തുകൊണ്ട് LDF സർക്കാർ കേസെടുത്തില്ല, പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ? ഇന്ന് BJP നേതാവ് അങ്ങടക്കം ഇൻട്രോയിൽ സൂചിപ്പിച്ചു നനഞ്ഞ പടക്കമായി പോയി എന്നൊക്കെ. അത് നനഞ്ഞ പടക്കമാണോ അമിട്ടാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇവിടെ CPM-നും BJP-ക്കുമെതിരെ ആരോപണം ഉയരുമ്പോൾ അത് നനഞ്ഞ പടക്കമെന്നും, മറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയരുമ്പോൾ അത് വലിയ ബോംബെന്നുമെന്നുള്ള ചിത്രീകരണം അത് ഒട്ടും ഭൂഷണമല്ല, ജനാധിപത്യ മര്യാദയല്ല എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഈ രാഹുലിനെതിരെ കേസെടുത്തു, അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻ്റെ നിരീക്ഷണം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിരവധിയായ സംശയങ്ങൾ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചില ചോദ്യം ചോദിക്കാം. ഞാൻ ഇതിലെങ്ങനെ ഈ കേസ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുക? ഇതിലെങ്ങനെ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചത് ഇരകളാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല ഇത്തരത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അത് ഒന്നാമത്തെ കാര്യം. പരാതി ഉന്നയിച്ചത് പറയൂ. രാഹുലിനെതിരെ ഇവിടെ പരാതി ഉന്നയിച്ചത് BJP-യോ CPM-ഓ ആണോ? ആരാണ് പരാതി ഉന്നയിച്ചത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? താങ്കൾ കേട്ടതല്ലേ? താങ്കൾ ഇവിടുത്തെ ടെലിവിഷനും പത്രവും ഒക്കെ വായിക്കുന്നതല്ലേ? ടെലിവിഷൻ കാണുകയും പത്രം വായിക്കുകയും എന്റെ മുന്നിൽ
എൻ്റെ മുന്നിൽ ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് അല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇല്ലെങ്കിൽ കോടതിയിൽ ഒരാളുടെ പേര് നിങ്ങൾ വെളിപ്പെടുത്തും. നിമിഷം വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ഞാൻ അതിലേക്ക് വരികയാണെന്നേ. അങ്ങ് റിനി എന്ന് പറയുന്ന ഒറ്റ വേർഡിൽ പ്രാഥമികമായി ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചുകൊള്ളട്ടെ. അത്തരത്തിലൊരു നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു വരുമ്പോ ഈ ശബ്ദ സംഭാഷണം 9 മണി വരെ അങ്ങേ ചർച്ചയിൽ ഞാൻ ഉണ്ടാകും. ഞാൻ പറയുന്ന തർക്കിക്കാനല്ല അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങോട്ടൊന്ന് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ബാക്കിയുള്ള ഗസ്റ്റുകൾ സംസാരിക്കുമ്പോൾ അങ്ങ് മൗനം പാലിക്കാനാണെങ്കിൽ ഒരു സെക്കൻഡ് തൗഫിക്ക്, ഈ ശബ്ദ സംഭാഷണം തന്റേതല്ല എന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? തന്റേത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? നിഷേധിച്ചോ? കാരണം ഇവിടെ ജനപ്രതിനിധിയാണ്, MLA ആണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ്. തന്റെ പേരിൽ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ അല്ല, അവന്തികയുടെ കാര്യത്തിൽ കാരണം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അവതാരിക ഒരു കാര്യം മനസ്സിലാക്കണം. അവന്തികയുടെ ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്തികയെ കുറിച്ച് പറഞ്ഞത് എല്ലാം വളരെ കൃത്യമായി കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മളിത് പറഞ്ഞു വെച്ചതാണ്. ഞാനിത് പറഞ്ഞു വെച്ചതാണ്. തൗഫീഖ് ഉൾപ്പെടുന്ന പാനലിന്റെ മുമ്പിൽ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു മിനിറ്റ് അങ്ങയിലേക്ക് വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഇടത് പ്രതിനിധി ജലീൽ പുനരൂരിലേക്കാണ്. ചോദിക്കുന്നു. അതല്ല, ഇടത് പ്രതിനിധിയിലേക്ക് പോകാൻ പറ്റേ. കാരണം 101 ചോദ്യം അങ്ങ് എന്നോട് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ വരുമ്പോ അങ്ങോട്ട് ഇടത് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി അത് ശരിയല്ല. ഞാൻ സംവാദമായി മറുപടി പറയാൻ തയ്യാറാണ്. അതായത് ഇവിടെ പറയുകയാണെന്നേ, ഇവിടെ യുവനടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിച്ച് ഇന്ന് ഈ നിമിഷം വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് താൻ പരാതി ഉന്നയിച്ചതെന്ന് ഇതുവരെ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ പറയുന്നല്ലോ, വലിയ ജനാധിപത്യ മര്യാദയെ കുറിച്ചൊക്കെ പറയുന്നല്ലോ, ഇപ്പോൾ വലിയ ആരോപണങ്ങളെ കുറിച്ച് പറയുന്നല്ലോ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ ഒരു വ്യക്തമായി ഒരു പരാതിക്കാരി ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. സാക്ഷാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുക്കലാണ് അത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലടക്കമാണ് പരാതി നൽകിയത്. സത്യത്തിൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ അതിജീവിതയുടെ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയ കൃഷ്ണകുമാറിനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അതിജീവിത തീർച്ചയായിട്ടും സ്വകാര്യമായി പ്രൈവസി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീ കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ C കൃഷ്ണകുമാറിനെതിരെ എന്തുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നില്ല? ഇവിടെ C കൃഷ്ണകുമാർ BJPയുടെ സംഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണല്ലോ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണല്ലോ. എന്തുകൊണ്ട് BJP നേതാക്കന്മാർ ഇന്ന് ഈ നിമിഷം വരെ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ തയ്യാറാവാതെ ഒളിച്ചോടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ടേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടി ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണിക്കൂറുകൾക്കകം സംഘടനാ നടപടി സ്വീകരിക്കുന്നു. ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തികച്ചും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ, സ്വീകരിച്ചിട്ടില്ലാത്ത തരത്തിൽ തികച്ചും മാതൃകയായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ട് അതിനെ പിന്തുണയ്ക്കുന്നതിനും അതിന് ഐക്യദാർഢ്യം നൽകുന്നതിന് പകരം ഇത്തരത്തിൽ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ഒട്ടും ശരിയായ രീതിയല്ല, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തരത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണം, ഇവിടെ C കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കണം. അദ്ദേഹം ഇന്ന് വല്ലാത്ത രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനം ഉണ്ടായല്ലോ. ആദ്യം അദ്ദേഹം
പറഞ്ഞു അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടെന്ന്. ഇപ്പൊ പറയുന്നു കോടതി ലൈംഗിക അതിക്രമ കേസ് പരിഗണനയ്ക്കേ വന്നിട്ടില്ല എന്ന്. അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതടക്കം അങ്ങടക്കം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. എന്നിട്ട് അത് നനഞ്ഞ പടക്കം എന്നടക്കം അങ്ങ് ഇൻട്രോയിൽ വിശേഷിപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും BJPക്കും CPM-നെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് നനഞ്ഞ പടക്കവും അത് പൊട്ടാത്ത പടക്കവും ഒക്കെ ആയി മാറുകയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ അത് വലിയ ബോംബാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണം അതൊട്ടും ഭൂഷണമല്ല. ഇവിടെ ഒരു പരാതിക്കാരി